ഇത്രയും നെറികെട്ട മതഭ്രാന്ത് പിടിച്ച ശിഖണ്ഡികളാണോ കേരളത്തിൽ? ഇറാനിലെ 12,000-ലധികം പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഹൃദയഭേദകമായ രംഗങ്ങൾ. ദ്രോഹികളെ, നീയൊക്കെ മനുഷ്യനാണോടാ? നിലവിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 26-കാരനായ ഇർഫാൻ സുൽത്താനിയുടെ വധശിക്ഷ ഇറാൻ നടപ്പിലാക്കി. കൂടാതെ 12,000-ലധികം പ്രക്ഷോഭകരെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. കേരളത്തിൽ ഈ കൊടിയ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ ആരും ഒന്നും മിണ്ടുന്നില്ല. അറിഞ്ഞ ഭാവം പോലും കാണിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ 1,200-ലധികം പൗരന്മാരെ 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഭീകരർ കൊല്ലുകയും 250-ലധികം പേരെ തടവിലാക്കുകയും ചെയ്തതിൻ്റെ പ്രതികാരമായി ഇസ്രായേൽ റാഫയിൽ ബോംബ് ഇട്ടപ്പോൾ എല്ലാ കണ്ണുകളും റാഫയിലേക്ക് എന്ന് പറഞ്ഞ് ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ളവർ ഏങ്ങി ഏങ്ങി കരഞ്ഞു. കൂടാതെ കൊച്ചു കുഞ്ഞുങ്ങൾ മരണപ്പെട്ടതിൻ്റെ ചിത്രവുമായി തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ DP ആയി ഇട്ട ചിത്രം ഇപ്പോഴും കിടപ്പുണ്ട് പലരുടെയും. ഇതിൻ്റെയെല്ലാം ബാക്കി പത്രം പോലെ തിരുവോണ ദിവസം വരെ പലതും മലിനമാക്കി സമരം ചെയ്തതും നാം കണ്ടു. 2002-ൽ നടന്ന വംശീയ കലാപത്തിൽ 254 ഹിന്ദുക്കളും കുറച്ച് മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടപ്പോൾ മുസ്ലിങ്ങൾ മാത്രം കൊല്ലപ്പെട്ടു എന്ന നറേഷനുണ്ടാക്കി മുസ്ലിങ്ങളെ ഇരയായും ഹിന്ദുവിനെ വേട്ടക്കാരനായും കാണിച്ചു. അത് ഇപ്പോഴും തുടരുന്നു. അതുപോലെ ഡൽഹി കലാപത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടപ്പോൾ അവിടെയും മോദിയുടെ ഭരണത്തിൽ ഹിന്ദു തീവ്രവാദികൾ മുസ്ലിങ്ങളെ കൊല്ലുന്നേ എന്ന നറേഷനുണ്ടാക്കി കരഞ്ഞു. മയ്യത്ത് നിസ്കാരം നടത്തി. ഇപ്പോഴും തുടരുന്നു. എന്നാൽ ആയത്തൊള്ള ഖൊമാനി എന്ന ഇറാനിലെ മുസ്ലിം മത ഏകാധിപതിയും ക്രൂരനുമായ ഭരണാധികാരി 12,000-ലധികം സാധാരണക്കാരായ മുസ്ലിങ്ങളെ കൊന്നപ്പോൾ, സമരം ചെയ്തവരെ തൂക്കിക്കൊന്നപ്പോൾ ഇവിടെ ആരും മിണ്ടുന്നില്ല. ഇവിടെ അന്ത്യചർച്ചകളില്ല, DP മാറ്റലില്ല, യാതൊന്നുമില്ല. എന്നാൽ ഒരു മുസ്ലിം ഏകാധിപതി സ്വന്തം രാജ്യത്തെ 10,000-കണക്കിന് മുസ്ലിം സഹോദരങ്ങളെ അറുത്തു തള്ളുമ്പോൾ ഷേൻ നിഗം പോസ്റ്റിട്ടില്ല, ലാലി കരഞ്ഞില്ല, ആഷിഖ് അബു പേര് വായിച്ചില്ല, കാന്തപുരം ഉസ്താദ് പ്രാർത്ഥിച്ചേയില്ല, AA റഹീം പ്രകടനം നടത്തിയില്ല, KT ജലീലിന് വേദനയേയില്ല, സാംസ്കാരിക നായികമാർ സ്റ്റോറിയും ഇട്ടില്ല, ചോറ് തൊണ്ടയിൽ കുരുങ്ങിയതുമില്ല. ഹാഷ്ടാഗുകൾ അപ്രത്യക്ഷമാകുന്നു. ഇൻഫ്ലുവൻസർമാർ നിശബ്ദരാകുന്നു. രോഷം പ്രകടിപ്പിക്കുന്ന വ്യവസായ ശൃംഖലകൾ പെട്ടെന്ന് വിസ്മൃതി സംഭവിക്കുന്നു. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും ന്യൂനപക്ഷ വക്താക്കളും ബോധപൂർവം ഇത് അവഗണിക്കുന്നു. ഖമേനിയെ ഒരു ഏകാധിപതി എന്ന് വിളിച്ച യൂട്യൂബ് വീഡിയോകളൊന്നും നിർമ്മിക്കപ്പെടുന്നില്ല. നിഷ്പക്ഷമതികളായ ഒരു മാധ്യമ പ്രവർത്തകൻ പോലും മരിച്ചവർക്കായി ദുഃഖം പ്രകടിപ്പിക്കുന്നില്ല. ഒരു അമ്മൂമ്മയുടെ മൂക്കോ ഫലസ്തീൻ വക്താക്കളോ തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ആയത്തൊള്ള ഖൊമേനിയെ ശപിച്ച് കരയുന്നില്ല. എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? അല്ല, ഒരു ഏകാധിപതി തീരുമാനിച്ചാൽ ഒരു രാജ്യത്തിലെ ജനം മുഴുവൻ എതിർത്താലും സൈന്യം കൂടെയുണ്ടെങ്കിൽ അവിടെ ഭരണം നിലനിർത്താൻ കഴിയും എന്നതിൻ്റെ പൂർണ്ണമായ തെളിവാണ് ഈ കാണുന്നത്. സുഡാനിലും നൈജീരിയയിലും ഒക്കെ ഞങ്ങൾ ക്രിസ്ത്യാനികളെ കൊല്ലുമ്പോൾ ആരും ഒന്നും മിണ്ടാറില്ലല്ലോ. പിന്നെ എന്തിനാ